എന്നോടെന്താ ചോദിക്കാത്തേന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ജെൻഡർ ന്യൂട്രാലിറ്റി നമ്മളെ മുനീറിനോട് നിങ്ങൾ ചോദിച്ചു, എന്നോട് ചോദിച്ചോ എന്താ ജെൻഡർ ന്യൂട്രാലിറ്റിയെ പറ്റി എനിക്കെന്താ അഭിപ്രായം എന്നുള്ളത്? എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നോ? ആണിനെയും പെണ്ണിനെയും ഒരുമിച്ചിരുത്തുന്നതല്ലേ ജെൻഡർ ന്യൂട്രാലിറ്റി. പിന്നെ പെണ്ണിനെ കൊണ്ട് ബലപ്രയോഗം പ്രയോഗിപ്പിച്ച് ആണുങ്ങളെ തുണിയും കുപ്പായി ഇടിക്കുക, അതല്ലേ നിങ്ങളെ ജെൻഡർ ന്യൂട്രാലിറ്റി? അനക്കെന്താ ചോദിക്കാനുള്ളേ? എന്തോന്നാ എനിക്കെന്താ പറയാനുള്ളതെന്നാ ഇതിനെ പറ്റി ഇപ്പൊ പറഞ്ഞുതരാലോ. ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു നീക്കാണ് മുഖ്യമന്ത്രി രാജിവെക്കണം, മനസ്സിലായോ? ഇത് പല കള്ളങ്ങൾ മൂടാൻ വേണ്ടിയിട്ട് ഓര് കൊണ്ടുവന്ന പുതിയ അളവാണ് കേട്ടോ ജെൻഡർ ന്യൂട്രാലിറ്റി. ആണും പെണ്ണും ഒരുമിച്ചിരുന്ന എങ്ങനെയാണോ ശരിയാവുന്നേ? എങ്ങനെ ശരിയാവുന്നേ? നിങ്ങൾ പറ, എങ്ങനെ ശരിയാവുന്നേ? ഓർക്ക് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റുമോ? ഓര് രണ്ടുപേരും സെല്ലപ്പിച്ചങ്ങ് ഇരിക്കൂലേ? വഴി തെറ്റിപ്പോവും പിള്ളേർ. അതുകൊണ്ടാണ് ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നതിനെ പറ്റി എനിക്കൊരു അഭിപ്രായവും ഇല്ല. പിന്നെ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ കുപ്പായ ഇടണമെന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ നിയമമാണ്? നടക്കൂല. എന്താ പിണറായി എന്ന് പറഞ്ഞത്? ബലം പ്രയോഗിപ്പിച്ചിട്ടല്ല, അവർക്ക് ഇഷ്ടമുള്ള ഇട്ട് നടക്കാന്ന്. അങ്ങനെയൊന്നല്ല പറഞ്ഞ, ബലം പ്രയോഗിപ്പിച്ചിടാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഇവിടെ പിന്നെ മിസ്റ്റ് സ്കൂളും കോളേജൊക്കെ എന്തിനാണ്? ഒറ്റക്കുള്ള പെണ്ണുങ്ങൾ പഠിക്കുന്ന കോളേജും ആണുങ്ങൾ പഠിക്കുന്ന കോളേജും സെപ്പറേറ്റ് ആയിട്ട് പോരെ? നമുക്ക് പെൺമക്കളൊക്കെ ഉള്ളതാണ്, മനസ്സിലായോ? അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടി ഒന്നും നടക്കൂല. നിങ്ങൾക്കൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ജപ്പാനിൽ എന്തുകൊണ്ടാണ് പോപ്പുലേഷൻ കുറഞ്ഞത്? എന്താണ്? കുറേ ഫ്രീ സെക്സും ലിബറലിസം കൊടുത്തോണ്ടല്ലേ ജപ്പാനിൽ പിന്നെ ഇത് കുറഞ്ഞത്? ആണോ? അതുകൊണ്ടല്ലേ കുറഞ്ഞത്? അനക്കെന്ത് പറയാനുണ്ടോ? മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ള, മുസ്ലിം ലീഗിൽ ആരും ജെൻഡർ ന്യൂട്രാലിറ്റി സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഞമ്മൻ്റെ മതത്ത് പറയുന്നുണ്ട്, ഒരു പെണ്ണിൻ്റെ അടുത്ത് നമ്മൾ പോയിരുന്ന നമ്മളെ ഇത് ഉണരുന്നുള്ളത്, വികാരം ഉണരുന്നുള്ളത്. നമ്മളെ എം അക്ബറൊക്കെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടേടോ? അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെയൊക്കെ നിയമം കൊണ്ടുവന്നാൽ നമ്മളെ യഥാർത്ഥ കയ്യിലിരിപ്പ് എല്ലാവരും അറിയാൻ ഇടാവുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യാത്ത, മനസ്സിലായോ? നമ്മൾ 600-ാം നൂറ്റാണ്ടിലുള്ള ആളുകളാണ്, നമുക്കിതൊന്നും ദഹിക്കൂല മക്കളെ. ലീഗിൽ ആരും സപ്പോർട്ട് ചെയ്യൂല. നാളെ UDF ഭരണത്തിൽ വരട്ടെ. UDF ഭരണത്തിൽ വരുമ്പോൾ വിദ്യാഭ്യാസം ഞങ്ങളുടെ കയ്യിലാണല്ലോ, ലീഗിൻ്റെ കയ്യിലാണല്ലോ. ബാക്കി ഞാൻ കൊടുക്കാം. അപ്പം ജെൻഡർ ന്യൂട്രാലിറ്റി ഒക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പം ആണിന് പിന്നെ എന്താ പറയുക, ആണിൻ്റെ മടിയിൽ കയറി പെണ്ണിരിക്കുന്നു, പെണ്ണിൻ്റെ മടിയിൽ കയറി ആണിരിക്കുന്നു. എന്ത് അങ്ങനെ ഫ്രീ സെക്സും ലിബറലിസം ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. പോപ്പുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാലേ നമ്മൻ്റെ ഇസ്ലാം വളരൂല. നമുക്ക് എന്നിട്ട് ഇവിടെ വർഗീയത ഉണ്ടാക്കാനുള്ള, അടുത്ത ഇലക്ഷനിൽ നമ്മൾ ജയിക്കാനുള്ള എല്ലാ വകുപ്പും കാണുന്നുണ്ട്.